അമ്മ അങ്ങനെ തരാ പോവാനുള്ള പാക്കിങ്ങിലാണ് കേട്ടോ. എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഇതാ ഞങ്ങള് പോണുണ്ടപ്പോ പിന്നെ അനിയത്തിയും തന്നെ ഞാനും ഉണ്ട്. 2 ദിവസം എന്തായാലും അവിടെ വന്ന് നിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവളും ഇതാട്ടോ അങ്ങനെ ഇതാ പുറപ്പെട്ട് ഞങ്ങളുടെ കൂടെ പോരാണ് കേട്ടോ. രാജേട്ടനും രാജേഷും കൂടി ഇപ്പൊ അതാ ചെറിയ കുട്ടീനെ കൊണ്ട് ഇങ്ങോട്ട് താഴ്ത്തിക്ക് വന്നതാട്ടോ. അപ്പൊ അങ്ങനെ വിരുന്നൊക്കെ കഴിഞ്ഞ് ഞാനും അനിയത്തിയുടെ വീട്ടിൽ നിന്ന് പോരുകയാണ്. ഞാനും അമ്മയും കുട്ടിയും അതേപോലെ രാജേട്ടൻ കൊണ്ടുവരാൻ വന്നിട്ടാ. അപ്പൊ അങ്ങനെ അതാ ഞങ്ങൾ പോരുമ്പോ അവൾക്ക് അവിടെ നിൽക്ക കളിയില്ല കേട്ടോ. പിന്നെ ഒറ്റയ്ക്കല്ലേ അവൻ പണിക്കും പോയാല്. അപ്പൊ എന്തായാലും 2 ദിവസം കൂടി അവിടെ വന്ന് നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അങ്ങനെ പോന്നിട്ടോ. അവൻ വരുന്നില്ല പറഞ്ഞപ്പോ അവന് നാളെ രാവിലെ നേരത്തെ പോകണം വർക്കിന് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ പറഞ്ഞിട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇതാ പുറപ്പെട്ട് എല്ലാവരും കൊണ്ട് റെഡി അങ്ങനെ ഇറങ്ങി. ഞങ്ങളിത് അച്ചമ്പാറ എത്തിയിട്ട് ഞങ്ങൾ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ. കറി വെക്കാനൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുള്ളതൊക്കെ അനിയത്ര വീട്ടിൽ തന്നെ കൊണ്ടുവരുന്നുണ്ടാവും. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എലികളൊക്കെ കടിച്ച് കേടി വരുത്തി നമുക്ക് നാശമായി പോവും. അപ്പൊ അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ പോകുന്നു കേട്ടോ. വീട്ടിലെത്തിയിട്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ കുറച്ച്. അപ്പൊ അങ്ങനെ മഴയൊക്കെ തുറന്നിരിക്കുന്നു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേന്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇതാ എടുത്തു ഞങ്ങൾ ഇറങ്ങിപ്പോയാണ് കേട്ടോ. രാജേട്ടനും കുട്ടിയും അമ്മയതാ മുമ്പിൽ ഇറങ്ങിപ്പോയിട്ടോ. കുഞ്ഞാവതാ ഹായ് പറയുന്നുണ്ട് കേട്ടോ എല്ലാരോടും. കുഞ്ഞാവയ്ക്ക് ഹായ് കൊടുക്കണേ. അപ്പൊ എന്താണെന്നറിയില്ല വരുന്ന സമയത്തിന് കുഞ്ഞാറ്റയ്ക്ക് നല്ല പനിക്കണ പോലെ കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്നലെ വെള്ളം മാറി കുളിച്ചിട്ട് എന്താണെന്നറിയില്ല കേട്ടോ. ചൂടുവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അവള് കുളിച്ചത്, അവളെ കുളിപ്പിച്ചതൊക്കെ. പക്ഷെ എന്താണെന്നറിയില്ല കേട്ടോ. ഏട്ടൻ എന്താണെന്നറിയില്ല രാവിലെ മുതൽ മലയും കുന്നൊക്കെ കയറിയിട്ട് പാവം നല്ല ക്ഷീണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനെ അങ്ങനെ പോയിട്ടോ. ഞങ്ങളിതാ വീട്ടിൽ വന്ന് കയറിയപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോ തന്നെ ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ഇങ്ങോട്ട് എല്ലാം കൂടി നിലമൊക്കെ അങ്ങനെ പൂത്ത പോലെ കേട്ടോ. ഇങ്ങനെ നനവ് ചീറ്റാലെ കഴിച്ച 4 ദിവസമൊക്കെ നല്ല മഴയില്ലായിരുന്നു, ഇടി മഴയും ഒക്കെ. അങ്ങനെ എന്താണെന്നറിയില്ല കേട്ടോ. നിലമൊക്കെ പൂത്ത പോലെ അതേപോലെ കട്ടിലും എല്ലാം കൂടി പിന്നെ വന്നിട്ട് അടിച്ചു വാരലും പൊടി തട്ടലും വീരിയൊക്കെ മാറ്റലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ ചോറൊക്കെ അടുപ്പത്തിട്ട് അമ്മര് 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ചോറൊക്കെ അടുപ്പത്തിട്ട്. അപ്പൊ ഇനി എന്തെങ്കിലും കറി വെക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മ തക്കാളിയൊക്കെ ഇട്ടിട്ട് എന്തായാലും ഒരു ചെറിയൊരു രസം വെക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ അതും വെച്ച് പിന്നെ ബീൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഉപ്പേരിയും വെച്ചിട്ടോ. അപ്പൊ അങ്ങനെ ഇതാ ചോറൊക്കെ ആയി ഉപ്പേരിയൊക്കെ ആയി കറിയായി ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിന് കുട്ടികൾക്ക് അവരെ ഒന്ന് മേല് കഴുകലും എല്ലാം കൂടിയൊക്കെ ആയിട്ട് പനി വരുന്നുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞാറ്റേനെ കുളിപ്പിച്ചില്ല, ചെറിയോളെ കുളിപ്പിച്ചു കേട്ടോ. തല നനയ്ക്കാതെ മേലൊക്കെ കുളിപ്പിച്ച് അങ്ങനെ അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഉറക്കി ഞങ്ങളിതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് പോയി ഡിലീറ്റ് ആയി പോയിട്ടോ. അങ്ങനെ ഇതാ പിറ്റേ ദിവസത്തെയാണ് കേട്ടോ, കാഴ്ചയാണ് കേട്ടോ. പിന്നെ മാറാല തട്ടലൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. മക്കളൊക്കെ രാവിലെ എണീച്ച് കഴിച്ച് ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വെള്ളമടിക്കാനായിട്ട് ടാങ്കിൽ വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെള്ളമടിക്കാൻ വേണ്ടിയിട്ട് താക്കോലെടുക്കാൻ പോയതാട്ടോ മേമയുടെ വീട്ടിലേക്ക്. അപ്പൊ ഇനി പോയിട്ട് മോട്ടർ ഇടണം കേട്ടോ കിണറ്റില്. അപ്പൊ ഇനി അമ്മ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചാവി എന്തായാലും എടുത്തിട്ട് വരും. മേമയുടെ വീട്ടിലായിരുന്നു ചാവി ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അമ്മ വെള്ളം അടിക്കാൻ പോയി. ആ സമയം കൊണ്ട് ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ട്. ഈ ചോറൊക്കെ ഒന്ന് ആയിട്ട് വരണം. ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. രാവിലത്തെ ചായയും കടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ അങ്ങനെ ഇട്ടിരിക്കായിരുന്നു. ഈ മക്കള് വാശി പിടിക്കലും എന്തോ ബേബിക്ക് പിന്നെ തലേ ദിവസം രാത്രി അങ്ങനെ അന്നത്തെ രാത്രി നല്ല പനിയായിരുന്നു കേട്ടോ. അങ്ങനെയെന്ന് പറഞ്ഞ പോരാ, നല്ല വെട്ടിത്തിളക്കണ പോലത്തെ നല്ല ചൂട് പനി കിട്ടും. രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. ഞങ്ങൾ ഉറക്കൊഴിച്ചിട്ടൊക്കെ ആയിട്ട് ബഹളവും കുട്ടിക്ക് സഞ്ചാരമൊക്കെ അടിച്ചിട്ട് പിച്ചും പേയൊക്കെ പറയണ പോലെ ആയിട്ട് അവൾക്ക് അത്ര പനിയായിരുന്നു. പക്ഷെ ഡോക്ടറെ കാണിച്ചിട്ടും മരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ മരുന്നൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ എന്തായാലും ഇനി പനി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ പനിയൊക്കെ നല്ല വിട്ട് അവള് നല്ല ഒന്ന് വിയർത്തൊക്കെ ചെയ്തപ്പോ പിന്നെ ഒരു സമാധാനമായിട്ടോ. നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തലവേദനയ്ക്ക് എന്തായാലും നനഞ്ഞ തുണിയൊക്കെ ഇങ്ങനെ നനച്ചൊപ്പിയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ നേരം വെളുപ്പിക്കാന്നൊക്കെ വിചാരിച്ചു. നേരം വെളുപ്പിക്കാൻ പറ്റില്ല, സമാധാനം ഇല്ലാത്തോണ്ടേ. ചിലപ്പോ ഇനി പനിച്ചോണ്ടേ ഇരിക്കുകയാണെന്ന് നമ്മൾ അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും കൊണ്ടു മണ്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് രാജേട്ടനെ വിളിക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തോ ഭാഗ്യത്തിന് കേട്ടോ പനി അങ്ങനെ കുറഞ്ഞു പോയിട്ടോ. പിന്നെ ഞാൻ മേലൊന്നും നനച്ച തുണി കൊണ്ട് തുടയ്ക്കാൻ നിന്നില്ല. കാരണം നല്ല പനിയുള്ളപ്പോൾ മേല് അങ്ങനെ തുടയ്ക്കാനും പറ്റില്ല, പേടിയാണ് കേട്ടോ. അങ്ങനെ തുടയ്ക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ. അപ്പൊ അതുകൊണ്ട് ഞാൻ മേലൊന്നും തുടയ്ക്കാൻ പോയില്ല. തല മാത്രം അങ്ങനെ തലവേദനയ്ക്ക് തല മാത്രം ഒന്ന് ഇങ്ങനെ ഒപ്പി കൊടുത്തുട്ടോ. നനഞ്ഞ തുണി പിഴിഞ്ഞിട്ട് കോട്ടൺ തുണിയും കൊണ്ട് അങ്ങനെ ചെയ്തു കൊടുത്തുട്ടോ. അതുകൊണ്ട് എന്താണെന്നറിയില്ല. പിന്നെ മരുന്നും കൊടുത്തിട്ടുണ്ട്. മരുന്ന് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ അടുത്ത്, എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അത് കൊടുത്തു നോക്കി. അപ്പൊ അങ്ങനെ അതൊക്കെ കൊടുത്ത് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒന്ന് ഭേദമായി. എന്നിട്ടൊരു സമാധാനമായിട്ടാട്ടോ. എനിക്കാണെങ്കിലും ഉറക്കവും വരുന്നില്ല. നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടും കുട്ടിക്ക് പനിച്ചുകൊണ്ട് എന്താ ചെയ്യേശ്വരാ എന്നുള്ള ടെൻഷനൊക്കെ കാരണമേ. അതുകൊണ്ട് അങ്ങനെ ഒരു ബേജാറ് കേട്ടോ. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ കുറച്ച് സമയം എടുത്തു. അങ്ങനെ അതൊക്കെ മാറി. എന്നിട്ട് കടന്നപ്പോഴത്തേന് 2:30 3 മണിയൊക്കെ ആയിരിക്കണം കേട്ടോ.
അപ്പൊ അങ്ങനെ രാവിലെ എണീക്കാനും വഴുകി. പിന്നെ ഈ കുട്ടികള് വികൃതി അടിക്കലും അതേപോലെ അവരെ മേലും ഒന്ന് ഇതാക്കലും എല്ലാം കൂടി അവർക്ക് കഴിക്കാൻ കൊടുക്കലും, പിന്നെ അവർക്ക് പനി വന്നാൽ പിന്നെ അങ്ങനെ ചെറിയ വാശിയും കാര്യങ്ങളായിരിക്കും കേട്ടോ കുഞ്ഞാറ്റയ്ക്ക്. അപ്പൊ ചെറിയ ആളും കൂടി ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ അവർക്ക് കഴിക്കാൻ കൊടുക്കലൊക്കെ ആയിട്ട് തിരക്കായി. ഇന്ന് രാവിലെ നീച്ചപ്പോ തന്നെ വഴുകി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചായയും കടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഒരുപാട് വഴുകി കേട്ടോ. അങ്ങനെ ചോറൊക്കെ അടുപ്പത്തിട്ട് ഇനിയിപ്പോ ഉച്ചയ്ക്ക് ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോ ഇന്നലെ വെച്ച കുറച്ച് ചാറിന്റെ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ, തക്കാളി കറിയുടെ ഒക്കെ ഇരിക്കുന്നുണ്ട്, രസം പോലത്തെ വെച്ചിട്ടുണ്ട്, അതൊക്കെ കൂട്ടി കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നു. കാരണം ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കാൻ തീരെ വയ്യ, കാരണം അത്രയ്ക്ക് ക്ഷീണാട്ടോ. ആരും ഉറങ്ങിയിട്ടില്ല ഞങ്ങള് തലേ ദിവസം കേട്ടോ. അങ്ങനെ വെള്ളം മാറിയിട്ട് കുളിച്ചോണ്ടാന്നറിയില്ല, അവള് തലേന്ന് തോർത്താനേ അയക്കില്ല കേട്ടോ. കുട്ടിയാണെങ്കിൽ മുടിയിൽ തൊടാൻ അയക്കില്ല. മുടി വെട്ടാൻ പോവാനാണെങ്കിലും അതിലും ഭയങ്കര കഷ്ടാട്ടോ. അപ്പൊ അവളെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ മുടി വെട്ടി. ഇപ്പൊ ഇങ്ങനെ പനി വരുന്നോണ്ട് ഇങ്ങനെ എന്നാ മുടി വളർത്തണ്ട, മുടി വെട്ടിക്കളഞ്ഞളാ, എന്തിനാ അങ്ങനെ മുടി വെച്ചോണ്ടിരിക്കണെന്നൊക്കെ പറഞ്ഞു എല്ലാവരും കേട്ടോ. അപ്പൊ മുടി വെട്ടാനാണെങ്കിലും പോകാൻ പറ്റില്ല, മുടി വെട്ടാനുള്ള അഴിക്കില്ല. നമ്മുടെ മടിയിൽ ഇരുത്തിയിട്ട് വെട്ടിക്കാന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കില്ല കേട്ടോ. പിന്നെ അങ്ങനെ വിറകും കോലൊന്നും ഉണ്ടായിരുന്നില്ല അടുക്കളയിൽ. അങ്ങനെ അമ്മ ഇതാ കുറച്ച് വിറകൊക്കെ വെട്ടി വെച്ചു. പിന്നെ വൈകുന്നേരത്തിന് കുറച്ച് മുരിങ്ങയൊക്കെ എടുത്ത് താളിച്ച് അതെന്തായാലും റെഡിയാക്കിട്ടോ ഞാൻ. പിന്നെ അങ്ങനെ ഇതാ കുട്ടികളെയൊക്കെ ഒന്ന് മേലൊക്കെ തുടച്ചു. രാധമേമ ഇതാ വന്നിട്ട് ഇതാ TV കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ കുറച്ച് ഉഷാറായിട്ടോ. അവള് മരുന്നൊക്കെ കഴിച്ച് പനിയൊക്കെ വിട്ടുകൊണ്ട് കളിക്കാനൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ കുഞ്ഞാറ്റ. അങ്ങനെ ചെറിയ ആൾക്കും തന്നെ അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. മക്കളൊക്കെ അതിനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ മുരിങ്ങ ഊരി വെച്ചത് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ അടുപ്പത്ത് വെച്ചത്, അപ്പൊ തന്നെ അടുപ്പത്ത് വെച്ചില്ല. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ എന്തായാലും ഒക്കെ ഒന്ന് മേല് കുളിക്കണം. എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയമാവും. മക്കൾക്ക് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് കഞ്ഞിയും കൊടുത്തു കേട്ടോ. അങ്ങനെ മക്കളതൊക്കെ കഴിച്ചു, അവര് ഉഷാറായിട്ട് അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ മുരിങ്ങക്കായി ഇതാ ഞാൻ ഭക്ഷണം കഴിക്കട്ടോ. അപ്പോഴത്തേന് രാധമേമയുടെ ഒപ്പം കുഞ്ഞാറ്റ പോയി, അതിന്റെ പുറകെ കുഞ്ഞാവയും പോയിട്ടാ. അങ്ങനെ എല്ലാരും പോയിട്ടോ മേമയുടെ വീട്ടിക്ക്. പിന്നെ അങ്ങനെ ഞാനിതാ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് ഇതാ ഞാൻ ചോറുന്നാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ കഴിയാറായപ്പോഴത്തേനും കുഞ്ഞാറ്റയും കുഞ്ഞാവയും അമ്മയും കുഞ്ഞുണ്ണി എല്ലാരും കൂടി വന്നു കേട്ടോ. അവരവിടുത്തെ താഴെ പാട്ട് വെച്ചു കൊടുത്തിരിക്കുകയായിരുന്നു അത്ര അനിയനെ. അപ്പൊ ആ പാട്ടിനനുസരിച്ച് താളം തുള്ളിയിട്ട് അങ്ങനെ അവര് കുറച്ചുനേരം അവിടെ കളിച്ചോണ്ട് ക്ഷീണായിട്ട് കുഞ്ഞാറ്റ വന്നിട്ട് ഇതാ ബഹളം വെക്കുക, ഉറങ്ങണം വാവാബു ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കയ്യുമ്മ തൂക്കി വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ പറയണ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലാണ് നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഒരു പുതിയൊരു ഓപ്ഷനും കൂടി ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജിന്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹൈപ്പ് ചെയ്താലാണ് നമുക്ക് റെക്കമെൻഡേഷൻ ഒക്കെ പോകുള്ളൂ, എല്ലാവർക്കും നമ്മുടെ വീഡിയോ എത്തുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതാ കുഞ്ഞാവ ഉറക്കം വന്നിട്ട് അതാ കുഞ്ഞാവ അതാ അവൾക്ക് ഉറങ്ങണം പറഞ്ഞിട്ട് അവൾക്ക് വിരിയൊക്കെ വിരിച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാവ അതാ ബഹളം വെക്കുന്നൊക്കെ ഉണ്ട്. കുഞ്ഞാറ്റ അതിലും വലിയ ബഹളാട്ട വെക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോറെന്തായാലും കഴിച്ചെണീക്കട്ടെ, അല്ലെങ്കിൽ ഇതാ കണ്ടോ ഭയങ്കര കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചോറിനാനൊന്നും സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്. കുഞ്ഞാവതാ ഫോണിൽ കളിച്ചിരിക്കട്ടോ ഉറക്കം വന്ന ആള്. അപ്പൊ നല്ല ഉറക്കം വന്ന് വാശി പിടിച്ച ആളാണ് കേട്ടോ. കുഞ്ഞാറ്റേനെ മുന്നേ ഉറങ്ങണം പറഞ്ഞിട്ട് ഇരുന്നാർന്ന ആളാണേ. അപ്പൊ ഇവള് നോക്കിയൊക്കെ ഇരുന്നിട്ട് കളിക്കുന്നത് നോക്കിയോക്ക്. അപ്പൊ ഇനിയൊന്നും പറയാല്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.